കേരളത്തിൽ ലഹരിയില്ല എന്ന് പറയുന്നിടത്താണ് കോതമംഗലത്തെ സോനയുടെ ആത്മഹത്യ എത്തുന്നത്. അതിനുശേഷം ചർച്ചകൾ ചൂടുപിടിച്ചേക്കും എന്ന് നമ്മൾ കരുതിയിടത്തു നിന്നാണ് മാധ്യമങ്ങൾ ഒരു ടോട്ടൽ സൈലൻസ് പ്രഖ്യാപിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ ചിലരെങ്കിലും കുറിച്ച വാക്കുകൾ, വീഡിയോകൾ പങ്കുവച്ച ആ വിഷയം നീണ്ടുപോയില്ല. ലവ് ജിഹാദ് ഇപ്പോഴും കേരളത്തിലില്ല. ഒറ്റപ്പെട്ട സംഭവം പലരും സോനയുടെ ആത്മഹത്യയെ വിധിയെഴുതുകയാണ്. സാറിന്റെ ഒരു വിലയിരുത്തലിൽ ഈ ലവ് ജിഹാദിൽ കേരളത്തിലെ നിലവിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? നമസ്കാരം. ലവ് ജിഹാദ് എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടെ ഒരു ബാഗേജ് ആയിട്ടുള്ളതുകൊണ്ടാണ് ആ സംഗതിയെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതൊരു ചർച്ചയാക്കി മാറ്റാനോ ഇവിടെ പലപ്പോഴും സാധിക്കാതെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ സംഘടിത മതങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആ മതങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ അകത്തേക്ക് വരികയോ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണു നട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവർ വിഭാവനം ചെയ്യും. ആളുകൾ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവർ അതും അവിടെ വിഭാവനം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള ചെക്ക് സംവിധാനങ്ങളും അതിനകത്തുണ്ട്. ഇത് സംഘടിത മതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മതപരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മുസ്ലിം മതപരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ചില സംഗതികളാണ്. ഇപ്പോൾ ഇസ്ലാമിൽ നിന്നും ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഫിയ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് തുല്യമാണ്. കാരണം അതിൽ അവർ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു നിയമം തന്നെ മദ്രസകൾ അടക്കം പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനാണ് ഈ കൊല്ലുന്നത്? അതിൽ കൃത്യമായ കാരണം പറയുന്നത് അങ്ങനെ പുറത്തു പോകുന്ന ആളുകൾ പറയുന്നത് കേട്ട് കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോയാലോ എന്നതാണ് അതിനകത്ത് ഇങ്ങനെ തടയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം പറയാം. അപ്പോൾ മതം വിട്ടവനെ തടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന വഴിയാവുന്നത് അവിടെയാണ്. അതേപോലെയാണ് മതത്തിൽ അകത്തേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ പറഞ്ഞ് വെക്കുമ്പോഴുള്ള കാര്യം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു രീതി ഈ വിവാഹം എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതായത് കല്യാണം കഴിച്ചുകൊണ്ട് മതത്തിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണെങ്കിൽ അവന് അമുസ്ലിമായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചുള്ളതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ തന്നെ ഇതിൻ്റെ ആ ഒരു സത്യാവസ്ഥ അറിയും. അപ്പോൾ പുരുഷൻ മുസ്ലിമാണോ അതുപോലെ സ്ത്രീ അമുസ്ലിമാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ നോക്കുമ്പോൾ അത് ആ സ്ത്രീ ക്രിസ്ത്യാനിയോ ജൂത വനിതയോ ആണ് എന്നുണ്ടെങ്കിൽ മതം മാറ്റാതെ തന്നെ കല്യാണം കഴിക്കാം. എന്നുവെച്ചാൽ അവർക്ക് കല്യാണം അത് അനുകൂലമാണ്. മതം അങ്ങനെ പറയുന്നത് അവരെ കല്യാണം കഴിക്കാം. അത് പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്നുള്ള രീതിയിലാണ്. അതായത് ഈ കിതാബുകൾ ലഭിച്ചിട്ടുള്ള കൂട്ടം ആളുകൾ, ഈ അബ്രഹാമിൻ്റെ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലൊക്കെയാണ് അത് വരിക. നമ്മൾ സെമിറ്റിക് മതം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ മുസ്ലിം പുരുഷന് ക്രിസ്ത്യൻ ജൂത സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിൽ വിലക്കൊന്നുമില്ല. ഈവൻ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ഇറച്ചി അവരുണ്ടാക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്നതിന് പോലും തടസ്സമില്ല. കാരണം അവരിനിപ്പോൾ ഹലാലാണ് എന്നുള്ള പറച്ചിലൊന്നും ഇല്ലെങ്കിൽ പോലും അത് കഴിക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവിടെ തിരിച്ചൊരു സംഗതി ചോദ്യം വരും. ഒരു മുസ്ലിം സ്ത്രീയെ ഈ പറയുന്ന ആളുകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇതാണ് അവിടുത്തെ ഒരു ചോദ്യം വരുന്നത്. അവിടെ അത് ഇല്ല. അപ്പോൾ ഈ മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുരുഷന് ഇത് ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആളെ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇത് തിരിച്ചാവുമ്പോൾ അത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴോ അവിടെ തന്നെ അത് ഉത്തരം മുട്ടുകയാണ്. അല്ലെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ പൊള്ളത്തരം വിളിച്ചത് വരുന്നത്. അപ്പോൾ ഇവർ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളെ ചില TV ചർച്ചകളൊക്കെ കണ്ടു കാണും, നമ്മളുടെ MESൻ്റെ അബ്ദുൽ ഗഫൂറൊക്കെ ഇരുന്ന് പറയുന്നത് ജൂത സ്ത്രീയെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയൊക്കെ കല്യാണിക്ക് എന്താ തടസ്സം, അവരെ മതം മാറ്റേണ്ട ഒരാവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിം പുരുഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് തിരിച്ചതുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ തീരും. അവിടെ ആരും മിണ്ടില്ല. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇനി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വിഭാഗമാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ആളുകൾ. അതിൽപ്പെടുന്നതാണ് ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മതമില്ലാത്ത മറ്റു ഏതെങ്കിലും ആളുകൾ, ഇപ്പോൾ ബുദ്ധമതം അല്ലെങ്കിൽ ജൈനമതം ഇതിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ. ഇവരെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഇതാണ് മറ്റൊരു ചോദ്യം വരിക. അതിന് കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നത് എന്താണ്? ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അൺലെസ് അവർ ഇസ്ലാം വിശ്വസിച്ച് അത് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ കല്യാണം കഴിക്കാം. അല്ലാത്ത പക്ഷം അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ ആർക്കാണ് ഇത് ബാധകമാവുന്നത് എന്നുള്ളതും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഒരു ബഹുദൈവ വിശ്വാസിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ മുസ്ലിം ആവണം. എന്നാലേ ആ സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി
ഈ ഒരു സംഗതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ബഹുദൈവ വിശ്വാസിയെ കല്യാണം കഴിക്കുന്ന പുരുഷൻ എന്ന് പറയുമ്പോൾ ആ പുരുഷൻ ഒന്നുകിൽ അവനും ഒരു ബഹുദൈവ വിശ്വാസിയാണ്, അല്ലെങ്കിൽ അവനൊരു വ്യഭിചാരിയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയും അതിന് തുല്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി തിരിച്ചും അത് തന്നെയാണ് പറയുന്നത്. ഒരു മുസ്ലിമായിട്ടുള്ള സ്ത്രീ ഒരു അമുസ്ലിമായിട്ടുള്ള ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷനെയാണ് കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന മുസ്ലിം സ്ത്രീ അവളും ഒരു വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയാണ്. ഇതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പച്ചയായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ, നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സംഘടിത ഒരു കൂട്ടത്തിൻ്റെയും ആവശ്യമില്ല. ഇത് ഓരോ വിശ്വാസിയെയും ബാധിക്കുന്ന, അവൻ ആ വിശ്വാസം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവൻ അനുഷ്ഠിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ചർച്ച വരുമ്പോൾ അവിടെയൊക്കെ വരുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് ആളുകൾ വിളിക്കുന്നു, എന്നിട്ട് പറയുന്ന കഥകളുണ്ട്. ഈ പറയുന്ന ഈ വിഷയത്തിൻ്റെ തന്നെ കഥ, അതിൽ മുസ്ലിം സ്ത്രീ ആവാം, അല്ലെങ്കിൽ മുസ്ലിം പുരുഷനാവാം. പക്ഷേ അവരുടെ വീട്ടിൽ അവർ കല്യാണം കഴിക്കുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാവുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് വരാത്തതിൻ്റെ പേരിൽ ആ സമൂഹം സൃഷ്ടിക്കുന്ന ഒരു പ്രഷറുണ്ട്. അതായത് ഉമ്മത്ത് എന്ന് പറയും. അപ്പോൾ ഈ മതത്തിൻ്റെ നിയമം അറിയുന്ന ആളുകൾ ഇതിനെ എതിർക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. പണ്ട് കാലത്തൊക്കെ ഇത് വളരെ വ്യാപകമായിരുന്നു. ഇന്നൊക്കെ അത് കുറേ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മുസ്ലിം വീടുകളിൽ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാര്യം ഒരു 5 നേരം നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നോമ്പെടുക്കുന്ന, അതോ അല്ലെങ്കിൽ വെറുതെ ഇറച്ചി കഴിക്കാൻ പോകുമ്പോൾ ഹലാൽ ഇറച്ചി തപ്പുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെ കാണേണ്ട, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് സത്യത്തിൽ ഇത്. പക്ഷേ ഇത് അങ്ങനെയല്ല പറഞ്ഞു വെക്കുന്നത്. ഇത് പറയുമ്പോൾ ഉടനെ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പോലും ഉടനെ ജിഹാദും അതല്ലെങ്കിൽ കേരള സ്റ്റോറി മൂവിയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവിടും. അപ്പോൾ എന്താവും? ഇതിൻ്റെ ഈ അടിസ്ഥാന പ്രശ്നം ഇവിടെ ചർച്ചയാവില്ല. അവിടെയാണ് എനിക്കിതിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്. കേരള സ്റ്റോറിയിൽ കാണിക്കുന്ന വിഷയം അത് വേറെ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ അവിടെ കല്യാണമോ അല്ലെങ്കിൽ പ്രണയമോ ഒന്നും അവിടെ ഒരു കണക്ഷനും ഇല്ലാത്ത സംഗതിയാണ്. അവിടെ എന്താണ് അതിൽ കാണിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ ക്രൂഡായിട്ട് മുസ്ലിങ്ങളോട് വെറുപ്പ് തോന്നുന്ന രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുള്ള ചില മൂവീസ് വേറെ ഉണ്ട്. ഇപ്പോൾ ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, കാലിഫേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടാൽ നിങ്ങൾ എന്താ വിശ്വസിക്കുക? നിങ്ങൾ മനസ്സിലാക്കുക എന്തായിരിക്കും? സാധ്യത എന്താണ്? ഈ മുസ്ലിങ്ങൾ ഇങ്ങനെയാണല്ലേ എന്ന ചിന്ത കേരള സ്റ്റോറി കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായി എന്ന് നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ കാലിഫേറ്റ് എന്ന് പറയുന്നത്. അതിൽ വളരെ പച്ചയായിട്ടാണ് അതിനകത്ത് കാര്യങ്ങൾ കുറേ കൂടി കാണിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇത് വേറൊരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് സംഗതിയും രണ്ടായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അവിടെ പച്ചയായിട്ട് പറയുന്നത് കേരള സ്റ്റോറി ആയാലും കാലിഫേറ്റിലായാലും ജിഹാദിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന, ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്ന ആളുകൾ, അത് ഇപ്പോൾ നമ്മളുടെ അഖിലയുടെ വിഷയം, ഹാദിയ എന്നൊക്കെ പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നല്ലോ. അഖിലയുടെ വിഷയത്തിലൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും ഒരു തരത്തിലും പ്രണയമൊന്നുമില്ല. ആ കുട്ടി മതത്തിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ശിവനും ബ്രഹ്മാവും ഒക്കെ ഡൂക്ലി ദൈവങ്ങൾ, അള്ളാഹുവാണ് ഒറിജിനൽ ദൈവം എന്ന രീതിയിൽ അവർക്കൊരു സംഗതി പറഞ്ഞു വെച്ച് അവർ അതിലേക്ക് ആകർഷകരാവുകയാണ്. പവർഫുൾ ആയിട്ടുള്ള ആൾ ഇന്ന ആളാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് വരികയാണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടാക്കാനുള്ള സംവിധാനം അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിലുണ്ട്. അത് ആ സിനിമയിൽ കാണിക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിലൊരു തെറ്റും ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഞാനൊക്കെ അതിലൂടെ കണ്ടു മനസ്സിലാക്കി പോയിട്ടുള്ള ആളുകളുമാണ്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഓരത്തുകൂടെ പോയിട്ടുള്ള ആളുകളുമാണ് ഇങ്ങനെ ഈ ദാവാ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു രീതിയിൽ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ, ഇപ്പം ഞാനൊരു പഴയ ഒരു കാട്ടറബി വിശ്വാസിയായിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നു, കുറേ ദിവസം നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കംഫർട്ട് സോൺ എത്തിക്കഴിയുമ്പോൾ ഞാൻ പിന്നെ തുടങ്ങുക എന്താണ്, മതത്തിൻ്റെ കാര്യങ്ങൾ കുറേശ്ശെ പറയും, അല്ലെങ്കിൽ അതിനെ വെള്ളപൂശുന്ന, അല്ലെങ്കിൽ അതിനെ പൊക്കിയടിക്കാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങും. ഇതാണ് പൊതുവേ നമ്മൾ കാണുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ, ദൈവ അതിനകത്ത് വിശ്വസിക്കുന്ന ആളുകൾ, അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ കിട്ടുന്ന ചാൻസിലൊക്കെ മതത്തിനെ ഒന്ന് പൊക്കി വെക്കും. ഇതാണ് അവരുടെ രീതി. ഇത് ഈ മതം ആര് തന്നെ ചെയ്യുന്ന ഒരാൾ, ഇതിനെ കൊണ്ടു നടക്കുന്ന ആളുകളും ചെയ്യുന്ന ഒരു രീതിയാണത്. അതിപ്പോൾ ഹിന്ദുമതമായാലൊക്കെ. പക്ഷേ ഇസ്ലാമിൽ അത് ചെയ്യുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് പ്രവൃത്തിയുള്ള ഒരു സാധനമായിട്ടാണ് അതിനെ വെക്കുന്നുണ്ട്. ആ രീതിയിൽ അത് പർപ്പസ്ഫുള്ളി ചെയ്യാനും കൂടി ഒരു സാധ്യത ഉണ്ട് എന്നതാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ആളുകളിൽ ഇതൊരു തോന്നൽ വരും, ഇത് കൊള്ളാലോ, ഇത് ഞങ്ങളെ മതത്തേക്കാൾ നല്ല മതമാണ് എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ടാവും. നമ്മളൊക്കെ പണ്ട് ജോലി എടുത്തിരുന്ന സമയത്ത് അവിടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞ് തർക്കമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ മതത്തിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട്
ആശയം ഏതാണ് കൂടുതൽ ലോജിക്കൽ, അതല്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ എത്ര എണ്ണം നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ തമാശയായിട്ട് തോന്നും, അല്ലെങ്കിൽ ആ ഒരു മണ്ടൻ കാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ രണ്ടും രണ്ടായിട്ട് കാണണം. സാധാരണ ഒരു മുസ്ലിമിൻ്റെ അടുത്തേക്ക് നിങ്ങളൊരു പന്നിയിറച്ചി ഒരു പ്ലേറ്റ് നല്ല അസൽ പന്നി വരട്ടിയത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിക്കില്ല. അവൻ കഴിക്കാത്തത് ഏതെങ്കിലും ജിഹാദി കൂട്ടത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അവനറിയുന്ന മതം അതാണ് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു അമുസ്ലിമിനെ കല്യാണം കഴിക്കുമ്പോൾ അവനെ മതം മാറ്റുക കൊണ്ടുവരിക എന്നുള്ളത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പ്രണയിക്കുക, കല്യാണം കഴിക്കുക, ജീവിക്കുക, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ അതിൽ ഈ മതം കലർത്താൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഒരു വലിയ വിഷയമാകുമ്പോൾ, അത് ഇതേപോലെ ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെയാണ് ഇത് നാട്ടുകാർ ചർച്ച ചെയ്യുകയും ഇത് ഇസ്ലാം ഇങ്ങനെയാണെന്ന് പറയേണ്ടി വരുമ്പോൾ അത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനെ തടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാം. ഇത് മതത്തിൻ്റെ പ്രശ്നം. പന്നിയിറച്ചി എങ്ങനെ ഹറാമാകുന്നോ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹറാമാവുന്ന സംഗതിയായിട്ട് നിലനിൽക്കുമ്പോൾ ഇത് ചർച്ചയാകും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറമാണ് ഇതൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ വിഷയം വരുന്നത്. അത് പറയുമ്പോൾ അത് വേറെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതും ഇവിടെ നടക്കുന്നു. ഇപ്പോൾ ചാങ്കൂർ ബാബയുടെ ഒരു കഥ നമുക്കറിയാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്, ആഴ്ചകൾക്ക് മുന്നേ UP നിന്ന് പിടികൂടിയിട്ടുള്ള ഒരാളാണ്. റേറ്റ് കാർഡൊക്കെ വെച്ചിട്ടാണ് ബ്രാഹ്മണ സ്ത്രീയെ ബ്രാഹ്മണ പുരുഷനെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതിന് ഇത്ര രൂപ, അതിന് താഴെയുള്ള ആൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് റേറ്റ് കാർഡ് വെച്ചിട്ട് ആളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കി അവർക്ക് ചാരിറ്റി കൊടുക്കുന്നു എന്നുള്ള ഒരു വ്യാജന അവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞ് എന്നിട്ട് പതിയെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി. ഇതാണ് അന്ന് അവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ചാങ്കൂർ ബാബയുടെ കേസ് അതാണ്. UP-യിലാണ് അത് ആഗ്ര കേന്ദ്രീകരിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുന്നു എന്ന് വരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് പറയാനുള്ളൊരു സ്പേസ് കുറച്ചെങ്കിലും കിട്ടിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ളൊരു ചാനൽ കഴിഞ്ഞ ദിവസം അവരുടെ ടൈറ്റിൽ തന്നെ ഇതായിരുന്നു, ലവ് ജിഹാദ് കേരളത്തിൽ എന്നുള്ള രീതി. അപ്പോൾ ആ വാക്ക് അവർ ഉപയോഗിക്കുകയാണ്, ലവ് ജിഹാദ് എന്നുള്ളൊരു വാക്ക്. ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ഹറാമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലവ് എന്ന് പറയുന്നൊരു സാധനമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്ത് വേണേലും ചെയ്യാം. അതിന് മുന്നേ ലവ്, പ്രണയം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. ഇത് ഇസ്ലാം കൂടുതലും ചേർന്ന് നിൽക്കുന്ന ലസ്റ്റ് എന്ന് പറയുന്നൊരു വിഷയമായിട്ടാണ്. അപ്പോൾ ലസ്റ്റ് ജിഹാദ് എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ള വാക്ക് കൺവേർഷൻ ജിഹാദ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ ഈ പ്രണയം നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കുറുക്ക് വഴി ഉപയോഗിച്ചുകൊണ്ട് ആളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം വേറെ ഉള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വിളിക്കാം. പക്ഷേ ഇതൊരു മാരേജ് ജിഹാദ് അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ജിഹാദ് എന്നൊക്കെ വിളിക്കുന്നതാണ് കുറച്ചും കൂടി നന്നാവുക എന്നാണ് പറയുക. അപ്പോൾ ഒരു കല്യാണത്തിലേക്ക് അടുക്കുന്ന ഒരു പ്രണയബന്ധത്തിൽ മതം മാറ്റം അവിടെ നിർബന്ധമാക്കുന്നു എന്ന് വന്നാൽ അത് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പ്രത്യേകിച്ചും അതിന് ഈ പേര് തന്നെ വിളിച്ച് അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുക. പിന്നെ ഇങ്ങനെ ഒരു കുട്ടി മരിക്കേണ്ടി വന്നു ഇതൊക്കെ ചർച്ച ചെയ്യാൻ. അപ്പോഴാണ് ഇപ്പോൾ നമുക്കൊരു സ്പേസ് ഒക്കെ കിട്ടുന്നതെന്നാണ് ഈ പറഞ്ഞു വന്നത്. അല്ലാതെ ഇത് പറയുമ്പോൾ ഇത് സംഖ്യയുള്ള വാദം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തോന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ റദ്ദാക്കിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇത് ചർച്ചയാകാൻ ഇതുപോലെ ഒരു കുട്ടി സ്വയം ജീവൻ കൊടുക്കേണ്ടി വന്നു, ബലി കൊടുക്കേണ്ടി വന്നു എന്ന് വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. അതായത് ഒരു വിഷയം, ആ വിഷയത്തിൻ്റെ പ്രശ്നത്തെ മുൻകൂട്ടി കണ്ട് പ്രിയംറ്റീവായിട്ട് അതിനകത്തൊരു ഡിസ്കഷൻ കൊണ്ടുവരാനോ അത് ഏത് രീതിയിലൊക്കെ ആകാം എന്നൊരു ചിന്ത ഇവിടെ ഉടലെടുക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. അത് പറയുന്നവരെ മുഴുവൻ ചാപ്പയടിച്ച് ഒതുക്കുക എന്നുള്ളതാണ് ഇവിടെ രീതി. പക്ഷേ ഇതേപോലെ ആളുകൾ മരിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത്, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഒരാൾ ഇതേപോലെ മരിക്കേണ്ടി വരരുത് ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ. അല്ലാതെ തന്നെ ഇത് ചർച്ചയാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയെങ്കിലും ആയല്ലോ എന്നൊരു സമാധാനം, അത്രയാണ് നമുക്കിതിനകത്തുള്ളൂ. എന്തായാലും സോനിയുടെ ആത്മഹത്യ, ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ പക്ഷേ അത് ചർച്ച ചെയ്യാൻ കേരളത്തിൽ പലരുമില്ല എന്നതാണ് വസ്തുത. വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.